പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. അയോധ്യ സംഭാവന കൊള്ള, CJP സമരക്കാർക്കെതിരായ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ ബഹളം. माननीय सदस्यगण, मैंने कई बार आग्रह किया है आपसे, प्रश्नकाल महत्वपूर्ण समय होता है, माननीय सदस्यों का है और आज शेष पटेल आपके कांग्रेस के माननीय सदस्य का है। आप प्रश्नकाल के अंदर नियोजित तरीके से गतिरोध पैदा मत करिए। आप सदन को चलने दें। प्रश्नकाल प्रियंका जी का भी आज प्रश्नकाल में क्वेश्चन है और वह खड़ी है प्रश्न पूछने के लिए, लेकिन आप सदन बाधित कर रहे हैं. അയോധ്യ സംഭാവന കൊള്ളയിൽ പാർലമെന്റ് വളപ്പിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. കാവി ധരിച്ചെത്തിയ സ്വതന്ത്ര MP പപ്പു യാദവ് BJPയെ ട്രോളി സംഭാവന കൊള്ള അഭിനയിച്ചു. मोबाइल लेकर पीछे हो जाइए ना, हमें काम करने दीजिए यार। വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബു ചേരുകയാണ്. കിരൺ, തുടർച്ചയായ ദിവസങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ നിർത്തിവെക്കേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ അയോധ്യ കൊള്ളയിലേക്ക് കൂടി പ്രതിപക്ഷ സമരം നീളുന്നതാണ് കാണുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, 11 ദിവസവും ഏറെക്കുറെ സമാനമായ സംഭവങ്ങൾ തന്നെയാണ് പാർലമെന്റിൽ ഇറങ്ങിയത്. ഇതിനിടയിൽ ഒന്നോ രണ്ടോ ബില്ലിന്റെ ചർച്ചയിൽ മാത്രമാണ് പ്രതിപക്ഷം സഹകരിച്ചത്. ഒരു ബില്ലിന്റെ പരീക്ഷാ ഭേദഗതി ബില്ലിന്റെ ചർച്ചയിൽ മാത്രമാണ് രാജ്യസഭയിലും ലോക്സഭയിലും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉന്നയിച്ച ആവശ്യം തന്നെയാണ് ഇന്നും പ്രധാനമായും ഉന്നയിച്ചത്. CJP പ്രവർത്തകർ നടത്തിയ സമരത്തിന് നേരെ നടത്തിയ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണമെന്നുള്ളതായിരുന്നു. ഇന്നും അമിത്ഷാ സഭയിൽ എത്തിയിരുന്നില്ല. ഇന്നും അമിത്ഷാ എവിടെ എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അമിത്ഷയ്ക്ക് സഭയിൽ വരാൻ ഭയമാണ്. അമിത്ഷാ പ്രസ്താവന നടത്തണം ഒരു ആവശ്യം ഉന്നയിച്ചു ാണ് രാജ്യസഭയിലും ലോക്സഭയിലും ഒരുപോലെ തന്നെ പ്രതിപക്ഷം യോജിച്ച് വലിയ പ്രതിഷേധം ഉയർത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം അയോധ്യയിലെ സംഭാവന കൊള്ള വിഷയമായിരുന്നു. സംഭാവന കൊള്ള വിഷയം ഉയർത്തിയും ഇന്ന് ഇരുസഭകളിലും രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തുകയും ബഹളം വെക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് പലതവണ നിർത്തിവെച്ച ശേഷം രാജ്യസഭയും ലോക്സഭയും വരുന്ന തിങ്കളാഴ്ചയ്ക്ക് വരെ പിരിയുകയായിരുന്നു. സഭാ കവാടത്തിൽ ഇന്ന് മറ്റൊരു രസകരം കൗതുകകരമായ ഒരു പ്രതിഷേധം കൂടി അരങ്ങേറി. ഇന്നലെയുമൊക്കെ അയോധ്യ സംഭാവന കൊള്ള വിഷയത്തിൽ അവിടെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പപ്പു യാദവ് ബീഹാറിൽ നിന്നുള്ള സ്വതന്ത്ര MP ആണ്. മുമ്പ് RJDയുടെ ഭാഗമൊക്കെ ആയിരുന്ന MP ആണ് പപ്പു യാദവ് ഒരു കാവി വേഷം ധരിച്ചെത്തി അവിടെ അയോധ്യയിൽ സംഭാവന വാങ്ങിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ആ സംഭാവന വാങ്ങിക്കുന്ന പണം തട്ടിയെടുക്കുന്നു. ഒരു പ്രതീകാത്മകമായി ട്രോളുക എന്നൊക്കെ പറയുന്നത് പോലെ അത്തരം ഒരു ട്രോൾ വീഡിയോ മട്ടിലാണ് പപ്പു യാദവ് ഇന്ന് അവിടെ ഒരു പ്രതിഷേധം അരങ്ങേറിയത്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെ അത് വലിയ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ മുദ്രാവാക്യം വിളിക്കുകയും സഭയിൽ വലിയ വിഷയങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പപ്പു യാദവ് ഈ പ്രതിപക്ഷ സമരനിരയുടെ മുന്നിൽ നിന്ന് നടത്തിയ ഈ നാടകം അല്ലെങ്കിൽ ഈ ട്രോൾ വലിയ തോതിൽ ചർച്ചയായിരിക്കുകയാണ്. എന്തായാലും സഭാ നടപടികൾ തിങ്കളാഴ്ച വരെ നിർത്തിവെച്ചിരിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ തുടങ്ങുമ്പോഴും ഈ ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷവുമായി ഇതിനു മുമ്പ് ചിലപ്പോൾ സ്പീക്കറുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ സമാനമായ സംഭവങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.